സാധാരണ ഞായറാഴ്ച ദിവസമാണ് കുറച്ച് കൂടുതൽ സമയമൊക്കെ കിടന്നുറങ്ങുക. എനിക്ക് ഇന്ന് അതിന് പറ്റിയില്ല കേട്ടോ. കുറച്ച് നേരത്തെ എഴുന്നേറ്റു. ബീഫ് വാങ്ങിക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്നലെ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഏട്ടൻ പോയാൽ മതി. പിന്നെ അതിൻ്റെ കൂടെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെയും കൂടി കുത്തിപ്പൊക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഒരു കാപ്പി വെച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലത്തെ ആ ഒരു ചടപ്പ് ക്ഷീണമൊക്കെ മാറ്റണമെങ്കിൽ ഒരു കാപ്പി കുടിച്ചാലേ ഒരു ഉഷാറാവുള്ളൂ. പിന്നെ എൻ്റെ ഇപ്പോൾ മുടി ഉണ്ടല്ലോ വല്ലാണ്ട് ഡ്രൈ ആയിട്ട് ചകിരി പോലെയാണ് കേട്ടോ. ഇവിടെ കുഴൽക്കിണർ വെള്ളമാണ്. അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ മുടീൻ്റെ ടെക്സ്ചറൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ മുടി കൊഴിച്ചിലും ഉണ്ട്. അല്ലേ തന്നെ നെറ്റി ഒരു ഏക്കറാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സൈഡും കൂടി അങ്ങോട്ട് കയറി പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇന്നിട്ടിരിക്കുന്ന ഡ്രസ്സ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. പ്യുവർ കോട്ടൺ ഡ്രസ്സാണ് കേട്ടോ. ടോപ്പും പാൻറ്റും ഷോളും വരുന്നതാണ്. ഷോളിന് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പല രീതിയിൽ ഞാൻ ഇട്ട് കാണിച്ചത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ബീഫ് വാങ്ങിച്ചിട്ട് തരാം. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരത്തെയാണ് വന്നത്. ഞാൻ കുറച്ച് തിരക്കൊക്കെ പ്രതീക്ഷിച്ചു. പിന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ബീഫ് മേടിച്ചിട്ട് നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അവിടുന്ന് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ പച്ചമുളക് മീറ്റ് മസാല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. മേടിച്ച് പുറത്തിറങ്ങുമ്പോൾ ചെറിയ രീതിയിൽ മഴച്ചാറ്റിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് കപ്പ കണ്ടു കേട്ടോ. അപ്പോൾ കപ്പ കണ്ടപ്പോൾ കുറച്ച് കപ്പയും വാങ്ങിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഞായറാഴ്ചത്തെ സ്പെഷ്യലി കപ്പയും ബീഫും ആണ് കേട്ടോ. പിന്നെ വേഗം വീട്ടിലേക്ക് വന്നിട്ട് കപ്പ അമ്മയുടെ അടുത്ത് കൊടുത്തു കേട്ടോ. ഇനി അടുത്ത കറി വെക്കാനുള്ള പരിപാടിയാണ്. എനിക്കിങ്ങനെ ചിക്കനും ബീഫൊക്കെ വെക്കുന്ന സമയത്ത് വെളുത്തുള്ളി നന്നാക്കലാണ് കേട്ടോ ഏറ്റവും മടിയുള്ള കാര്യം. ഇഞ്ചി ഉണ്ടല്ലോ ഞാനിങ്ങനെ ചുരണ്ടുന്നതിന് പകരം ഇങ്ങനെ ചെത്തിക്കളിയാണ് കേട്ടോ ചെയ്യുക. പിന്നെ ഞാൻ വേഗം മസാലയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു. മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മീറ്റ് മസാലയൊക്കെ ഒന്ന് ചൂടാക്കി ബീഫിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് ഒരു ചെറുനാരങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം വെച്ചു കേട്ടോ. പിന്നെ അത് കുക്കറിൽ തന്നെ വേവിക്കാനും വെച്ചു. പിന്നെ നമ്മളിന്ന് ഉരുളിയിലാണ് കേട്ടോ കറി വെക്കുന്നത്. ഉരുളി വാങ്ങിച്ചിട്ട് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അതിന്റെ സ്റ്റിക്കർ പോലും ഞാൻ ഇളക്കി കളഞ്ഞിട്ടില്ല കേട്ടോ. ഉരുളി ഉപയോഗിക്കുന്നതിന് മുന്നേ ഇങ്ങനെ മയക്കി എടുക്കണം എന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് എങ്ങനെയാണ് മയക്കുന്നതെന്നൊന്നും കറക്റ്റായിട്ട് അറിയില്ല. അമ്മ ഇങ്ങനെ പിന്നെ ചെറുനാരങ്ങയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തിളപ്പിക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചെറുനാരങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുത്തിട്ട് അതൊക്കെ ഇട്ടൊന്ന് തിളപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുന്നുണ്ട്. കുഞ്ഞുരുളിയാണ് കേട്ടോ, പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ചിക്കൻ കറിയോ എന്തെങ്കിലും ഒന്ന് ഇതിൽ വെക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ബീഫ് വാങ്ങിച്ച സ്ഥിതിക്ക് നമുക്ക് അതിനകത്ത് കറി വെക്കാം കേട്ടോ. അപ്പോൾ ബീഫ് വേകുന്ന സമയം കൊണ്ട് ഞാൻ വേഗം മോരുകറി ഉണ്ടാക്കി. കുഞ്ഞൂസിന് ബീഫിൻ്റെ കൂടെ മോരുകറി വേണം കേട്ടോ. മോരുകറി എന്ന് പറഞ്ഞാൽ തേങ്ങ അരച്ച മോരുകറിയൊന്നും അല്ല, ഇങ്ങനെ വെറുതെ മോര് നമ്മൾ കാച്ചി എടുക്കൂലേ, അതേപോലെ സമയമില്ലാത്തതുകൊണ്ട് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് മോരൊന്ന് കാച്ചി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബീഫ് കറി ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം തന്നെ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ ആകുമ്പോൾ ഏട്ടനാണ് കേട്ടോ മെയിൻ ആൾ. ഞാനൊന്ന് അസിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലേക്ക് ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഞാൻ കുറച്ച് മസാലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഓൾറെഡി മസാല ചേർത്തതാണ്. അപ്പോൾ ചേർത്ത മസാലകൾ കുറച്ചും കൂടി ഒന്ന് ഉള്ളിയിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ബീഫും കൂടി ചേർത്തിട്ട് അവസാനം അതിനകത്തേക്ക് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് പെരിഞ്ചീരകവും കറിവേപ്പിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിയൊക്കെ ആയി വരുമ്പോഴത്തേക്ക് നിറച്ചും പാത്രങ്ങളായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേഗം ഒരു തലക്കിന്ന് ഞാൻ പാത്രമൊക്കെ കഴുകി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ പണികളും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് അമ്മ അപ്പുറത്ത് കപ്പയൊക്കെ റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കപ്പ ആയതുകൊണ്ട് തന്നെ കട്ടൻ ചായയും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഞായറാഴ്ചത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ.